സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശം ഉച്ച ആവാറായി. അപ്പം രാവിലത്തെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. നീ കഴിച്ചില്ലേ? ക്യാമറമാൻ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ലല്ലേ? അപ്പോൾ നമ്മൾ 3 പേര് ഞാൻ കഴിച്ചു ലൈറ്റായിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. മാത്രമല്ല നമ്മുടെ കയ്യിൽ കാര്യമായിട്ട് പൈസ ഇല്ലാതെ വേറെ കാര്യം EMI ഒക്കെ അടിച്ചിട്ട് ഒന്ന് ഇതായി കിടക്കുകയാണ്. സോ നമ്മുടെ കയ്യിൽ നിൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ട് എടുക്കാൻ വേണ്ടി? 5 പൈസ ഇല്ലല്ലേ? അല്ല 5 പൈസയൊക്കെ കാണുമല്ലോ. സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ കടയിൽ പോകുന്ന നേരത്തും അല്ലാത്ത സമയങ്ങളൊക്കെ കിട്ടുന്ന കോയിൻസൊക്കെ ഞാൻ ഈ വണ്ടീൻ്റെ ഉള്ളിലാണ് എടുത്ത് ഇടാറുള്ളത്. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ നമ്മുടെ വണ്ടിയിൽ കിടക്കുന്ന ചില്ലറ പൈസയിലാണ് നമ്മൾ ഇന്ന് സർവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാമറമാൻ ക്ലോസപ്പ് കം. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്ര കോയിൻസ് ഒക്കെയാണ് കാണുന്നത്. എത്ര രൂപ ഉണ്ട് എന്താണെന്നറിയില്ല. 10 രൂപയുടെ കോയിൻസ് ഉണ്ട്. 3 പേരാണുള്ളത്, അതും കൂടെ ആലോചിക്കണം നമ്മൾ. അതെ, രാത്രി വരെ നിൽക്കണം. ഓക്കെ, അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഏകദേശം നമ്മൾ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണി തിട്ടപ്പെടുത്താം. ഇപ്പോൾ കുറച്ച് ഓപ്പൺ സ്പേസ് കിട്ടി. അപ്പോൾ എണ്ണിട്ടേ ഇതിലോട്ട് മാറ്റി വെച്ചോ. ഓക്കെ, എണ്ണി പറക്കി ഇതിലോട്ട് ഇടാം. ശരി. 10, 20. യെസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഏകദേശം കൗണ്ട് ചെയ്തു. നമ്മുടെ കയ്യിൽ 1 രൂപ 2 രൂപ വെച്ച് 50 രൂപയുണ്ട്. ഇത് 10 രൂപയുടെ എത്ര എണ്ണം ഉണ്ടാ? 85, 80 റുപ്പീസ് അല്ലേ പറഞ്ഞത്? 80 റുപ്പീസ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ 5 രൂപയുടെ 45 രൂപയുണ്ട്. മൊത്തം എത്രയായി? 175. എത്ര? 10 രൂപയുടെ 80 അല്ല, 60 ആണ് 10 രൂപയുടെ. ബാക്കി 5 4 ഓടാ സത്യത്ത്. പിന്നെ എന്തിനാ ഞാൻ 5 രൂപയല്ലേ കളക്ട് ചെയ്തുകൊണ്ടായിരുന്നത്? ഞാൻ 5 രൂപ നീ ഇതിലടിച്ച് മാറ്റിയാ? സത്യമായിട്ടും എടാ, ഇവന് 80 റുപ്പീസ് എന്നല്ല കൗണ്ട് പറഞ്ഞത്. അതിനെ തെറ്റിക്കുന്നുണ്ട്. 80 റുപ്പീസ് ടോട്ടൽ 80 റുപ്പീസ്. എവിടെ ടോട്ടല്? ടോട്ടൽ 80 റുപ്പീസ് ഇല്ലേ? അതെ. അങ്ങനെ. അപ്പൊ നീ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, തെറ്റിപ്പോയി. 5 രൂപയുടെ ഏകദേശം ഇത് 45, 50, 65 രൂപ ഉണ്ട്. അപ്പോൾ 10 രൂപയുടെ 60 രൂപ. ഓക്കെ, ഇത് 1 രൂപയുടെ 2 രൂപ വെച്ചിട്ട് ഏകദേശം 50 രൂപയുണ്ട്. ഇവൻ ഇപ്പോൾ പണിയൊക്കെ എടുത്ത് വന്നിട്ട് ജസ്റ്റ് കുളിച്ച് നിൽക്കുന്നേ ഉള്ളൂ ഈ പുഴയിൽ. അത്യാവശ്യം നല്ല വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് എന്തോ ഭാഗ്യം, കുഴപ്പമില്ല. സോ ഇതൊക്കെ നമുക്ക് ഇതിലോട്ടിട്ടോ. ഈ ഒരു കവറിലോട്ട് നമുക്ക് ഇട്ടേക്കാം. അപ്പോൾ പിന്നെ എടുക്കാനും കുറയ്ക്കാനൊക്കെ എളുപ്പമായില്ലേ? ഇട്ടോ കൃത്യമായിട്ട്. അവൻ്റെ കയ്യിൽ ഒന്നും ബാക്കിയാവുകൊണ്ട് ശ്രദ്ധിക്കണേ. സംജിതേ, ഒന്നുമില്ലല്ലോ? ഓക്കെ, വിശ്വാസമില്ല. അത് നീ സിബിട്ടെ നീ എന്നെ കയ്യിൽ പിടിച്ചോ, ഇല്ലെങ്കിൽ വണ്ടിയിൽ വെക്കാം. അവിടെ വെക്കണ്ട. നീ മുണ്ട് മാറ്റുന്നില്ലേ? മഴ വരുമ്പോൾ ബുദ്ധിമുട്ടോ? നീ മുണ്ട് മാറ്റുന്നില്ലേ? പാൻറ് ഇടുവാണോ വീട്ടിൽ പോയിട്ട്? അല്ലല്ല, മുണ്ട് മാറ്റുന്നല്ലേ, മഴ വന്നെങ്കിൽ ബുദ്ധിമുട്ടല്ലേ? സോ നമുക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു പാക്ക് ഇന്ന് നമ്മൾ സർവൈവ് ചെയ്യുന്ന ഈ എമൗണ്ടും കൊണ്ട്, ഈ പൈസയും കൊണ്ടാണ് സൂക്ഷിച്ച് ഞാൻ വെച്ചിരിക്കുന്നു. ഇവിടെ വെച്ചാൽ പിന്നെ കുഴപ്പമില്ല, ആരും എടുക്കില്ലല്ലോ. ഇതെന്താ കയ്യാ? ഓക്കെ ഓക്കെ, സെറ്റപ്പ്. താക്കോൽ ഒരു കയ്യിൽ പിടിക്കുന്നു. എല്ലാം ഓക്കെ അല്ലേ? സോ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 175 രൂപ ഉള്ളൂ. 3 പേരുണ്ട്. അപ്പോൾ രാത്രി 10 മണി വരെ ഇത് പിടിച്ച് നമ്മൾ നിൽക്കണം. അപ്പം ഇതിലായിരിക്കും ഭക്ഷണം, ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾ, ചായ കുടിക്കണമെങ്കിൽ എല്ലാം ഇതിൽ തന്നെ ആയിരിക്കും. അപ്പം ഇങ്ങോട്ടൊക്കെ കുറച്ച് കാട് ഏരിയയാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ഇവിടെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ കാണുമല്ലേ? എൻ്റെ പരിചയക്കാരൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ ഡിസ്കൗണ്ട് വല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഈ അല്ലല്ല, ഈ ചില്ലറൊക്കെ കാണാൻ നേരത്തെ എന്തെങ്കിലും വിചാരിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാം. വണ്ടി എടുത്തിട്ട് നിൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വിടാം. നീ അറിയാണ്ട് പോയിട്ട് ഭക്ഷണം കഴിക്കില്ലല്ലോ വീട്ടിൽ നിന്ന്? പാൻറ് ഒന്നും കഴിച്ചില്ല. അപ്പം നേരത്തെ ഫോൺ വിളിക്കുമ്പോഴല്ലടാ നീ 2 അപ്പം കഴിച്ചെന്ന് പറഞ്ഞത്. ക്യാമറയിൽ വന്നില്ലല്ലോ. ഉച്ചത്തെ ഭക്ഷണം ആരും കഴിച്ചിട്ടില്ല. ഉച്ചത്തെയും വൈകുന്നേരത്തെ ചായയും രാവിലെ കഴിച്ചിട്ടില്ല. നിനക്ക് എന്താ തോന്നുന്നത്, ഈ പൈസയും കൊണ്ട് നമുക്ക് വിശപ്പ് പിടിച്ചു നിർത്താൻ പറ്റുമോ? എനിക്ക് ഓർത്തന്നെ മതി. പക്ഷെ ഇതാടാ ചാലഞ്ച്. നമ്മുടെ ഇപ്പൊ ഈ ദാരിദ്ര്യ ജീവിതം ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ ദാരിദ്ര്യത്തിലോട്ട് ഇറങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ പോയാല് സർവൈവ് ചെയ്യണ്ടേ നമുക്ക്? വീട്ടിൽ ഭക്ഷണം ഉണ്ടല്ലോ. വീട്ടിലുണ്ട്. നീ വീട്ടുകാരുണ്ടാക്കി വെച്ചത് സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കാൻ നോക്കടാ. നമ്മൾ ഈ ഒരു പുഴയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന വഴി കുറച്ച് മോശമാണ്. ഞാൻ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇൻട്രോ എടുക്കണം എന്നുള്ള വിചാരിച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ കയറ്റണം. അവിടെ ഞാൻ പാമ്പ് കണ്ടായിരുന്നു കേട്ടോ.
ചെറിയൊരു പാമ്പ് വണ്ടി ഇറക്കി ഇപ്പൊ കൊണ്ടുവരുന്നത് ഒരു കടയില് 175 രൂപ അധികമാണെങ്കിൽ കൊടുക്കാനില്ലേ? 175 രൂപക്കാലോ പണിയെടുക്കുക അവിടെ പാത്രം കഴുകുക കൊടുക്കാനൊന്നുമില്ല, എന്തായാലും കൊടുക്കാനില്ല. കൊടുക്കാനില്ലാന്നോ? എടാ നമ്മള് കാശ് ഇല്ല. ഇപ്പൊ നമ്മൾ ഉച്ചത്തെ ഭക്ഷണമാണ് ഇപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത്. പല റെസ്റ്റോറന്റും കയറി ഇറങ്ങും നമ്മള്, തട്ടുകടയൊക്കെ. എത്ര ചോദിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ പോലെ. അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി ഞാൻ ആദ്യം ഒന്ന് കേട്ടിട്ടെ, കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ കയറാൻ വേണ്ടി. ഓക്കെ, നമ്മുടെ കയ്യിൽ 175 രൂപയുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം കാര്യങ്ങൾ. അപ്പോൾ ഈ ഘാട്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കുറവ് വിലയ്ക്ക് ഭക്ഷണങ്ങൾ കിട്ടുമെന്ന് നോക്കണം. നമ്മുടെ 3 നേരമുണ്ട്. ഇപ്പം നമ്മൾ ചായ സ്കിപ്പ് ചെയ്തെങ്കിലും വൈകുന്നേരത്തെ രാത്രിത്തെ ഭക്ഷണം ആവണ്ടേ. ഇപ്പോൾ ഒരു ചോറ് നമുക്ക് 40 രൂപയ്ക്ക് ഇവിടെ കിട്ടുവാണെങ്കിലും 40, 80, 120 രൂപയായി. 120 ആയെങ്കിലും ബാലൻസ് എത്രടാ? 50 പോലും വരുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ 20 രൂപയ്ക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കിയാണെങ്കിൽ 55 ബാലൻസ് വരും. വേണ്ടാർന്നു തോന്നുന്നു. ഇത് മൊത്തം പട്ടിണിയാവുമെന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്താ ചെയ്യാ? നോക്കാം, കാടാണല്ലോ. പിന്നെ ഒരു ഇതുണ്ടാ, ഞാൻ മാത്രം കഴിച്ചാൽ മതിയല്ലോ. അത് വേണ്ട. ഇങ്ങോട്ടൊക്കെ വെസ്റ്റേൺ കട്ട്സ് അല്ലേ, വല്ല ചപ്പും ചവറൊക്കെ ഉണ്ടാവും കഴിക്കാൻ പറ്റാവുന്ന കിട്ടുള്ളത്. ഈ കുരങ്ങ് കഴിക്കൂലേ, കുരങ്ങ് മങ്കി, അത് കഴിക്കുന്ന സാധനങ്ങൾ നോക്കി വെച്ചാൽ അത് കഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ പോയ്സൺ ഇല്ലല്ലോ. വേറെ എല്ലാം കഴിക്കാവോ? ഇന്ന് നല്ല വെയിലുണ്ടല്ലേ? എന്ത് വേണേലും കഴിക്കാം. ചെറുതായിട്ട് മഴത്തുള്ളികൾ പൊടിഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. നല്ല വെള്ളമാണല്ലേ? നല്ല രസമുണ്ട്. ആ കാണുന്ന കാടില്ലേ, ആ കാടിൻ്റെ ഉള്ളിലൊക്കെ എന്താ പറയുക, ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സത്യങ്ങളുണ്ട്. അറിയോ? അറിയില്ലല്ലേ? അത് വീഡിയോയിലൂടെ പറയാൻ പറ്റത്തില്ല. ചെറുതായിട്ട് മഴത്തുള്ളികൾ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. അതാ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. അപ്പം പെട്ടെന്ന് വലിയ മഴ വരുവാണെങ്കിൽ ഉള്ളിലോട്ട് കയറി ചെല്ലാലോ അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ 175 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും നമുക്ക് 2 നേരം പോലും, അതായത് വൈകുന്നേരത്തെ ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉച്ചത്തെ ഒരു ഭക്ഷണം എങ്ങനെയെങ്കിലും കഴിച്ച് പോകാം, പക്ഷേ വൈകുന്നേരത്തെ ഒരു ചായം കൂടെ കഴിച്ച ശേഷം ആ ഒരു എമൗണ്ട് തീർന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ചങ്ങായി ദൈവദൂതൻ്റെ പോലെ എന്താ പറയുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ്. പുഴയിൽ നിന്ന് കുളിച്ച് വന്നതേ ഉള്ളൂ. പക്ഷേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ളിലോട്ട് പോയി വാതിലവിടെ വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, എടാ എൻ്റെ കയ്യിൽ കുറച്ച് സർഫുണ്ട്. അതായത് പാർട്ട് ടൈമായിട്ട് ഇങ്ങനെ കുറച്ച് എന്താ പറയുക, കച്ചവടം ഇങ്ങനെ നടത്താൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. എവിടെയോ എങ്ങനെയോ അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. സോ കുറച്ച് ഒരു 5-6 പാക്കറ്റ് സർഫുണ്ട്. അപ്പോൾ നമ്മൾ അത് വിറ്റിട്ട് അതിൽ നിന്നും കിട്ടുന്ന കുറച്ച് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതും ഈ ഒരു എമൗണ്ടിലോട്ട്, അതായത് ഈ ഒരു ഫണ്ടിലോട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. പക്ഷേ ഇത് വിൽക്കുന്ന കുറച്ച് ടാസ്ക്കാണ് അല്ലേ? യെസ്. നാട്ടുകാർ എന്ത് വിചാരിക്കുമോ എന്താണെന്ന് അറിയത്തില്ല. എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അല്ലടാ, എടാ നിന്റെ കയ്യിൽ ഒരു മൈക്ക് ഞാൻ തന്നിട്ടുണ്ടല്ലോടാ, അത് നനയ്ക്കുമല്ലാണ്ട് പലതും സംസാരിക്കടാ. മൈക്കിന് എന്തെങ്കിലും തോന്നിപ്പോകും. എടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വീഡിയോ ചെയ്തിരുന്നല്ലോ ഒരു മൈക്ക് വീണ് പോയത്. ഇത് എവിടെയെങ്കിലും ഈ തൊളേൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടായിരുന്നെങ്കിലോ പോയേനെ. അത്യാവശ്യം നല്ല പ്ലേസ് ആട്ടോ ഇങ്ങോട്ട്. അല്ല ഇത്ര നേരം നല്ല വെയിലല്ലായിരുന്നടാ, പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയി. മഴ വന്ന രസമാണ്. യെസ്. അപ്പോൾ നമ്മുടെ വെള്ളം കണ്ടില്ലേ? നമ്മുടെ വെള്ളമല്ല, പുഴയിലെ വെള്ളമാണ്. നല്ല ഒഴുക്കുണ്ടല്ലേ, നല്ല വീതിയുള്ള പുഴയാണ്. ഈ മരം കണ്ടില്ലേ, ഈ ഒരു മഴക്കാലത്താണ് ഇത് ഇങ്ങോട്ട് ഒലിച്ചു വന്നത്. എവിടെ നിന്നോ വീണതാണ്, കണ്ടില്ലേ? അങ്ങോട്ടൊക്കെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ മലനിരകളാണ് കാണുന്നത്. നിന്ന് കാണാമായിരുന്നു, മഴ പെയ്യുന്നതുകൊണ്ട് കോടമഞ്ഞിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുവാണ്. ചാടിയാലോ? നിങ്ങൾക്ക് 2 പേർക്കും നീന്തലറിയാം, എനിക്കറിയില്ലല്ലോ. മൈക്ക് താഴെ വെച്ചിട്ട് ചാടിക്കോ. അതെന്തെങ്കിലും വിചാരിക്കട്ടോ. സോ നമ്മൾ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനമാണ് ഇതുള്ളത്. ഇത് ബ്രാൻഡ് നെയിം കാണിക്കണടാ, വെറുതെ ഒരു പ്രൊമോഷനായി പോവാം. ഡയമണ്ട് അങ്ങനെ പ്രീമിയം വാഷ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ്. അപ്പം ഇത് കുറച്ച് ബാഗിലുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 6 പീസ് ഉണ്ടോ? 6 പീസ് ഉണ്ടോ? ഓക്കെ, നനയ്ക്കണ്ട, ഇരിക്കട്ടെ. കച്ചവടം ചെയ്യാനുള്ളതല്ലേ. 120 രൂപ വെച്ചിട്ടല്ലേ? 120 രൂപ അല്ലേ? അപ്പോൾ ഇവനുള്ള അതിന് പ്രോഫിറ്റ് എത്രയാണ്? 120 രൂപയാണെങ്കിൽ നിനക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? അത് പറഞ്ഞെങ്കിൽ നാട്ടുകാരെടുക്കുമോ? പിന്നെ പറയാം, അവസാനം ഉണ്ടായാലും ഞാൻ സേലമൊക്കെ പിന്നെ പറയാം.
അല്ല ഒരു പ്രൊഡക്റ്റിന് ഒരു 40 രൂപ കിട്ടുമോ? അപ്പൊ സേലായില്ലെങ്കിൽ പറയാനില്ലല്ലോ. എന്ത് 40 രൂപ കിട്ടൂല? അല്ല ആര് മേടിക്കാൻ? നീ ഇവിടെ കടയിൽ കൊടുക്കാനാണോ? എങ്ങനെയാണ്? ഇവിടെ എല്ലാ വീട്ടിലും പട്ടികളുണ്ട്, അതാണ്. കടയിൽ ചോദിച്ചാലാ എല്ലാം പോവല്ലോ. എങ്ങനെ കടയിൽ ചോദിച്ചെങ്കിൽ ഇപ്പൊ എല്ലാം പോവില്ലേ? കടയിൽ ചോദിച്ചാ പോലെ. അയ്യോ എന്ത് ഇപ്പം ബാഗാ? അത് സൂക്ഷിച്ച, അത് എന്താ പറയുക, അടിയിൽ കോട്ടുള്ളതുകൊണ്ട് അത് നിൽക്കാത്തത്. ഒരു 4 പീസ് കച്ചവടം ആയിപ്പോയെങ്കിൽ ചായക്കുള്ള ഇത് നമുക്ക് കിട്ടത്തില്ല. നിന്റെയും പ്രോഫിറ്റ് വിട്ടിട്ട് അതല്ലേ. ഒരുപാട് നന്ദി, താങ്ക് യു. ചുമ്മാ നോക്കല്ലേ, സാമ്പിൾ നോക്കാം. എടാ ഈ മഴയെ വലുതായിട്ട് പെയ്യൊന്നുമില്ല, ചാരിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാ. ചെറുതായിട്ട് തുള്ളികളുടെ ആ ഒരു കനം കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഒരു സന്തോഷമില്ലാത്ത? പട്ടിണി അല്ല, ഇന്ന് മൊത്തം ഇവന്റെ കൂടെ വന്നിട്ട് പട്ടിണിയാണല്ലോ എന്ന് ഓർത്തിട്ടാണോ? ചോറുണ്ടിട്ടില്ല, ഞാനും ഉണ്ടിട്ടില്ല. നമ്മളവിടെ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു പള്ളിയുണ്ട്, ഇവിടെ ഒരു ദർഗ പോലെ ഒരു പള്ളിയുണ്ട്. അങ്ങോട്ട് വന്നേക്കാം മഴ പെയ്തപ്പോൾ. ഇതൊരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കവറടക്കം എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ടിപ്പു സുൽത്താനൊക്കെ ഇവിടെ വന്ന് താമസിച്ചിരുന്നല്ലേ, അല്ലടാ? ആ, ടിപ്പു സുൽത്താനൊക്കെ വന്ന ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. അല്ല, ശരിക്കുള്ള ചരിത്രം അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. ഇവനൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയുള്ളൂ, അല്ലേ? യെസ്. അപ്പം സംജിൻ്റെ അടുത്ത് 5 പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. പേഴ്സിലൊന്നും കാണുന്നില്ല. അക്കൗണ്ടിൽ നമ്മൾ നോക്കുകയാണ്. ശരിയാടാ, 0.44. നിനക്ക് പിന്നെ അക്കൗണ്ട് തന്നെ ഇല്ലല്ലോ. നമ്മൾ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വീട് സ്പോട്ട് ചെയ്തു. ആ, അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ചോദിച്ചു നോക്കാം. അല്ല നീ അല്ല നീ കൃത്യമായിട്ട് സംസാരിക്കണല്ലോ. നീ ഒരു മിനിറ്റ്. ഇവിടെ മുമ്പിൽ ചെറിയൊരു ജംഗ്ഷനാണല്ലോ. ഇവിടെ എവിടെയും റെസ്റ്റോറൻറ്റ് ഇല്ല. അല്ലേ, ഞാനിവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. ആകെ 2 പലചരക്കടയുണ്ട്, ഒരു ടൈലറിങ് ഷോപ്പും ഉണ്ട്. ഇത്രയും ദൂരം നല്ല റോഡായിരുന്നു. ഇനി പൊട്ടിപ്പൊളിഞ്ഞ റോഡാടാ. എടാ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? എന്താ ഒന്നും സംസാരിക്കാത്തത്? വിശക്കുന്നുണ്ട് സംസാരിക്കുന്നില്ല. ആ, വിശക്കുന്നുകൊണ്ടാണ് സംസാരം. ഒരു എന്താ പറയാ, ഒരു വൈബ് കിട്ടുന്നില്ല, വിശപ്പ് കാരണം. ചെറുപ്പത്തിൽ കഴിച്ചുകൊണ്ടായിരുന്നല്ലേ ഇത്? ചെറുപ്പത്തില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച പോലും കഴിച്ചുടാ വീടിൻ്റെ അടുത്ത്. ആ, ഇവിടുന്ന് കുറച്ച് റോഡ് ഒരു കാടിൻ്റെ നടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വിശന്നതുകൊണ്ട് ഈ ഇല പറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് മറ്റേ പുളിയുടെ ഇല അല്ലേ? അല്ലേ? അപ്പോൾ ലാഭമായി. പുളിയുടെ അയ്യോ, എന്ത് പുളി! നീ കഴിച്ചോടാ, ഈ കൂമ്പ് കഴിക്ക്, ഇത് അടിപൊളിയാ. അതിന് പുളിയില്ല. നീ ഇല കഴിച്ചു നോക്ക്, ഭയങ്കര പുളിയാണ്. ഈ ഇല കഴിച്ചു നോക്കിക്കേ, നല്ല പുളിയല്ലേ? ഇതോ? അതെങ്ങനെ നീ മനസ്സിലാക്കി? ഈ മരം അതിന് ABCD പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിറ്റമിൻ സി ഏതാ പറ? ആ ചവറ്. എങ്ങോട്ട് പോവാം? ഒരു ഭക്ഷണശാല പോലും ഞാൻ കണ്ടില്ല. ഒരു കാടിന് നടക്കമുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ചപ്പും ചവറൊക്കെ നമുക്ക് കഴിക്കാമെന്ന്. ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. കാര്യമായിട്ട് പറഞ്ഞല്ലേ? അങ്ങനെ വിചാരിച്ചു. ആ, ഇപ്പോൾ നമ്മൾ നിന്ന ആ ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ കണ്ടില്ല, അത് ഒടിഞ്ഞു കിടക്കുമായിരുന്നു. നോക്കിക്കേ, കാറ്റത്താന്ന് തോന്നുന്നു. കാറ്റത്താൻ വിചാരിക്കാം. കാറ്റത്താണോ ആനയാണോ? ആന വന്ന് തുമ്പിക്കോയും കൊണ്ട് ചെറിയൊരു ഇത് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ചെറിയൊരു ജംഗ്ഷൻ കിട്ടി. ഇവിടെ ഒരു തട്ടുകടയുണ്ട്. എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയി. നീ പോടാ, ചോദിച്ചിട്ട് വരൂ. അല്ല, നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റൊക്കെ എല്ലാം നോക്കിയിട്ട് വേണ്ടേ? എന്താ ഫാസ്റ്റ് ഫുഡോ? എന്തൊക്കെയുള്ളത്? 40 175 രൂപയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? 175 രൂപയിൽ 40 എത്രയാ? 120 ആയില്ലേ? 120. ആ,
ഓക്കെ. എന്തായാലും വൈകുന്നേരം സമയമായി. അപ്പം ചെറുതായിട്ട് വല്ലതും കഴിക്കാം. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 55 രൂപയുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി? സമയം 3:30. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ നമ്മുടെ ചായയിലെ ആ ഒരു സമയം മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ രാത്രി എങ്ങനെ നമ്മൾ സെർവ് ചെയ്യും? കച്ചവടമൊന്നും നടന്നിട്ടില്ല. ഇവൻ എന്താ പറയുന്നത്? വാഷിംഗ് മെഷീൻ്റെ കാര്യമാണ്. വാഷിംഗ് മെഷീൻ, വാഷിംഗ് പൗഡർ ഇപ്പം 120 രൂപയല്ലേ വിൽക്കുന്നത്? 120-നല്ലേ? ഒരു പൗഡർ കൊടുത്തപ്പോൾ അതിൻ്റെ ബില്ല് അവിടെ സെറ്റിൽ ആയല്ലോ. ബിസിനസ് മൈൻഡ് കൊള്ളാം. ഇവിടെ കാര്യമായിട്ട് കച്ചവടം, അതല്ല പ്രശ്നം. ഇവിടെ കാര്യമായിട്ട് കച്ചവടം ഇല്ലല്ലോ. അല്ലെങ്കിൽ പാത്രം കഴുകി വെക്കാനെങ്കിലും ഒരു പണിയെങ്കിലും കിട്ടണ്ടേ? ആ ചുമ്മാ ഇങ്ങനെ വീഡിയോ യൂട്യൂബിന് വേണ്ടി. ആ അതെ അതെ, അത് കണക്കില്ലല്ലോ. നമ്മുടെ ഭക്ഷണം വന്നിരിക്കുന്നു. ആണോ? അയ്യോ, ഞാൻ സ്പൂൺ എടുത്തപ്പോൾ തന്നെ കുറച്ച് പോയി. കൊടുത്തോ? ഞാനാണോ കൊടുക്കുന്നത്? അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഈ ചില്ലറ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഹോട്ടലുകാരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കൊടുത്തോ? എണ്ണിക്കോ ചില്ലറ മലജിയെത്താ. ആ ഓക്കെ ഓക്കെ, എനിക്ക് അക്കൗണ്ട് ചെയ്തു 120 അല്ലേ? സോ 175 രൂപയിൽ നിന്നും 120 രൂപ മൈനസ് ആവാൻ വേണ്ടി പോവാണ്. കറക്റ്റ് ഉണ്ടോ? ഓക്കെ, താങ്ക് യു. ആ മഴ വന്നടാ. കടക്കാരന് കുറച്ചൊക്കെ ദേഷ്യം വന്നു തോന്നുന്നു. കുറേ നേരമായിട്ട് നമ്മൾ എണ്ണുന്നു, കുറച്ച് എണ്ണത്തിൽ മാറിപ്പോയി. കാരണം ഒരുപാട് കോയിൻസ് ഉണ്ടല്ലോ, 1, 2 രൂപയാണെന്ന് പറഞ്ഞിട്ട്. ഇനി എത്രയാണ് ഇതിൽ ബാലൻസ് ഉള്ളത്? 55 രൂപയുണ്ട്. ഇനി 55 രൂപ 10 മണി വരെ നമ്മൾ നിൽക്കണം. ഇപ്പം 3:30 അപ്പോൾ ചെറുതായിട്ട് മഴത്തുള്ളികൾ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. ആ നടന്നു പോയിട്ട് ഇനി കൊടുക്കാം, കച്ചവടം നടത്താം. നോക്കടാ, നമുക്ക് ഒരു ഒന്നാങ്കിലും നമ്മൾ വിറ്റിരിക്കും. പെട്ടെന്ന് ഒരു മറുപടി പറയടാ. നിങ്ങളെന്താ നേരത്തെ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കാണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണെങ്കിൽ പറയാം. ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ആക്റ്റീവ് ഇല്ല എന്ന് പറയുമ്പോൾ ചായ നമുക്ക് അടുത്ത സ്പോട്ടിൽ കുടിക്കാം, ചായ കുടിക്കാം. ഓക്കെ, അപ്പം 30 രൂപ 55 രൂപയിൽ 30 രൂപ പോയെങ്കിൽ 25 രൂപ. 25 രൂപയിൽ എന്ത് കിട്ടും? ബാക്കി 25 രൂപ നമുക്ക് അക്കൗണ്ടിൽ അല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് വെച്ചാലോ? 5 രൂപ ഇട്ടാലോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ വരുന്ന വഴിക്ക് നല്ല കട്ടയ്ക്ക് മഴയായിരുന്നു. ഏതൊരു കാടിൻ്റെ ഉള്ളിലാണുള്ളത്. അങ്ങോട്ടൊക്കെ നല്ല കാടാണ്. ഒരു വെയിറ്റിംഗ് ഷെൽട്ടർ കിട്ടി എന്തോ ഭാഗ്യത്തിന്. കാടിൻ്റെ അടുത്തൊക്കെ വെയിറ്റിംഗ് ഷെൽട്ടർ. പക്ഷേ ഇത് മൊത്തം ഇരുമ്പിൻ്റെ ഇടിമിന്നലൊക്കെ ആണെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ്. ആ നല്ല മഴയാണ്. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞല്ലേ? 10 മണിയാവാൻ എത്ര മണിക്കൂറുണ്ട്? കാരണം നല്ല മഴയാണ്. കണ്ടില്ലേ, ഒരു ഇരുണ്ട ഒരു കാലാവസ്ഥയാണ്. നമ്മൾ പറയുന്ന കേൾക്കൂല്ല എന്നറിയില്ല. കാരണം ഭയങ്കര തകടല്ലേ, ഷീറ്റ്, ഇരുമ്പിൻ്റെ ഷീറ്റാണ്. മഴ വീണ ശബ്ദം അമ്മാതിരി എരച്ചലാണ് അല്ലേ? ഇനി ആകെ 55 രൂപയാണ് ബാക്കിയുള്ളത്. അതിലിനി ജീവിക്കണം. കച്ചവടവും നടക്കില്ല. നമ്മൾ സെലക്ട് ചെയ്ത വഴി മൊത്തം കാടായതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. നാട്ടിലാണെങ്കിൽ പിന്നെ പോകാനും പറ്റത്തില്ല. ഒരു മിനിറ്റ് ഇടാം. മഴ വീണ്ടും ശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മലമുകളിലൊക്കെ മഴയാണ്. നമ്മൾ മൈക്കൊക്കെ ഊരി വെച്ച് ശബ്ദം എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. നല്ല മഴ ആയതുകൊണ്ട്. എടാ നല്ല മഴയാണ്, മുന്നോട്ട് പോണോ? പോവാണോ? തണുക്കുന്നുണ്ടോ? നിങ്ങൾ നനഞ്ഞില്ലേ? ഇത് കാല് മൊത്തം നനഞ്ഞു. എന്തായാലും നല്ല മഴയാണ്. റോട്ടിലൊക്കെ വെള്ളം ഒലിക്കുന്ന കണ്ടില്ലേ? ഇതിങ്ങനെ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരം സമയത്തൊക്കെ നല്ല മഴയായിരിക്കും അല്ലേ? ചില ദിവസങ്ങളുണ്ടാവില്ല, വെയിലായിരിക്കും. കാട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വരുന്നു. എടാ ഇത് റോഡ് എവിടെ? രസമല്ലേ അല്ലടാ മഴയത്ത്? വെള്ളം നോക്കടാ കുത്തി ഒലിച്ച് വരുന്നത് ഇവിടെയൊക്കെ.
നല്ല കൊടും മഴയാണ്. വെയിറ്റിംഗ് ഷെഡിൽ നിന്നാൽ മതിയായിരുന്നു അല്ലടാ. ഇത് ഇടിയും. ദൈവമേ, ഇങ്ങോട്ടൊക്കെ മൊത്തം കാടാണ്. ഒരു കാടിന് നടക്കാൻ നിൽക്കുന്നത്. എവിടുന്നൊക്കെയോ വെള്ളം ഒലിച്ചു വരുന്നതാണ് കാണുന്നത്. എങ്ങനെ ഞാൻ ദൈവത്തിനെ വിളിച്ചായിട്ട് എനിക്ക് ഓർക്കുന്നില്ലടാ. ഒരു ബൈക്ക് കടന്നു വരുന്നത്. എടാ നിന്നിന്റെ മറ്റേ ബൈക്കല്ലേ? അല്ലല്ലേ. മഴ എന്ന് വെച്ചാൽ ഒന്നൊന്നര മഴയാണ്. കണ്ടില്ല റോഡിലൊക്കെ വെള്ളം ഒഴിച്ചു വരുന്നത്. ഇവിടെ ചുരുളിലെ 2 ക്യാരക്ടർ നടന്നു വരുന്നോട്ട് ഈ കയറ്റം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയറ്റാണ്. പിന്നെ റോഡ് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അതുകൊണ്ട് അവരോട് നടന്നു വരാൻ വേണ്ടി പറഞ്ഞു. കണ്ടില്ലേ എവിടെ നിന്നൊക്കെയോ വെള്ളം ഇറങ്ങി വരുന്നു. ഒട്ടും പ്രതീക്ഷയില്ല. ഇത് ഒന്നൊന്നര മഴയായിപ്പോയിടാ ഇന്ന്. നിൽക്കാനുള്ള സ്ഥലം എവിടെ? എൻ്റെ അറിവിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു മലമുകളിലാണ്. കണ്ടില്ലേ, ഏകദേശം ഇവിടെ നിന്നാൽ അപ്പുറത്ത് മലയ്ക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ പാറയാണ് അത്യാവശ്യം. കണ്ടില്ലേ, അങ്ങോട്ടൊക്കെ ഒരു മഞ്ഞിൽ മൂടി നിൽക്കുവാണ്. നല്ല മഴയാണ്, കട്ട മഴയാണ്. ഇവരെന്ത് ചെയ്യാണ് ഇവിടെ? എന്താടാ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും വെള്ളം അടിക്കാനോ മറ്റേ തരികട പരിപാടിക്കാണെന്നൊക്കെ. സത്യമായിട്ടും ആൾക്കാരുടെ നോട്ടം അങ്ങനെയല്ലേ. നിങ്ങളെ ഇറക്കിയിട്ട് ഞാൻ അവിടെ കയറി വന്നില്ല. ഞാനവിടെ നിൽക്കാൻ നേരത്ത് ആ ചേച്ചി അങ്ങനെയല്ലേ രൂക്ഷമായി നോക്കിയത്. വണ്ടി കയറാത്തതുകൊണ്ടാന്ന് അവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അല്ല, അവരെ ബോധ്യപ്പെടുത്തിട്ടല്ലേ കാര്യം. എടാ, നിങ്ങൾ ദൂരെ നടന്നു വരുമ്പോൾ എങ്ങനെ അറിയോ? ചുരുളിലെ 2 ക്യാരക്ടർ പോലെടാ. ചുരുളിയില്ലേ സിനിമ, അതില് മറ്റേ 2 ഒരു മ്യൂസിക് ഇട്ട് അതിലെ ചെക്കോലല്ലേ ക്യാരക്ടർ. എങ്ങനെ? അങ്ങനെ ചെയ്യാം. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് പോവാല്ലേ? നല്ല മഴയല്ലേ? വൈൻഡപ്പല്ല, 10 മണി വരെ ഇവിടെ നിന്ന് വൈൻഡപ്പിന്ന്. ഇങ്ങോട്ട് മുന്നോട്ട് പോകണ്ട, കാരണം നല്ല ഇറക്കമാണ്. കയറി വരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇപ്പം മഴ കുറച്ച് കുറഞ്ഞല്ലേ, പക്ഷെ കൂടുതലില്ലെന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ ചെറിയതായിട്ടൊരു സംഭവം സംഭവിച്ചു. മൊബൈൽ ഫോൺ ഒന്ന് താഴെ വീണു. എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. സോ എന്തായാലും ഈ സ്ഥലത്തിന് നമ്മൾ വിട പറയുകയാണ്. പോവല്ലേടാ, പോവല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് ഇനി ഒരു ചായ കുടിക്കാം. നമുക്ക് എത്ര സമയം? എത്രയായി സമയം? 7 മണിയേ ആയുള്ളൂ. ഇരുട്ടാവുന്നില്ല അല്ലേ? എത്ര മണിയാടാ? വണ്ടിയിൽ നോക്കാമല്ലോ. സമയം ഇപ്പം ഏകദേശം 5:15 ആയുള്ള. സമയമുണ്ട്, ഒരുപാട് സമയമുണ്ടോ. പക്ഷെ എന്തായാലും നമുക്ക് തിരിച്ചു വിടാം. തിരിച്ചിട്ട് വേറെ വഴി നമുക്ക് വിടാം. ഓക്കെ. ഇത്ര നേരം മഴ എന്ന് പറഞ്ഞിരിക്കുന്ന മഴയാണ്. ദേ കണ്ടില്ലേ, ഇവിടെ റബ്ബർ തോട്ടത്തിൽ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു പയ്യൻ തേങ്ങ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ? നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. ചെറിയൊരു പുഴയല്ല, ഒരു ചെറിയൊരു തോടാണ് ഇത്. കണ്ട് എന്താടാ, നമുക്കും ഇങ്ങനെ തേങ്ങ പിടിക്കുന്ന പണി തുടങ്ങിയാൽ മതിയായിരുന്നല്ലേ? ഇവിടെ നോക്കിക്കേ, 1:30 മഴ. ഒരുപാട് തേങ്ങ കൊലിച്ചു പോകുന്നു. ഇവിടെ ആരും പിടിക്കാൻ വേണ്ടിയില്ല. പക്ഷേ ഈ ഭാഗത്ത് ഈ കവുങ്ങ് തോട്ടം കണ്ടില്ലേ, പിന്നെ മുള്ളിൽ മൊത്തം വെള്ളം കയറിയിരിക്കുകയാണ്. വെള്ളം കയറാത്ത സ്ഥലമില്ല, അങ്ങ് അറ്റം വരെ. കണ്ടില്ലേ, നോക്കടാ, ഇത് ഇഷ്ടം പോലെ. ഇത് മരങ്ങളൊക്കെ ഒലിച്ചു വരുന്നു. ഇമാതിരി മഴയാണ് പെയ്തത്. നമ്മൾ നേരത്തെ കണ്ടുപോയ സ്ഥലമല്ലേ ഇത്. ആ മരമൊക്കെ അളകുന്നു കണ്ടില്ലേ, വെള്ളം കൊണ്ട്. വെള്ളം ആ ഫോഴ്സിൽ അടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതോടൊക്കെ മഴയായിപ്പോയി. തെന്നി വീഴൂടാ. കണ്ടില്ല, ഞാൻ ക്ലോസ് ആയിട്ടുള്ളത്. പാലം തന്നെ മുങ്ങാറായിട്ടിട്ട് എന്തൊക്കെയോ വലിച്ചു പോകുന്നു. ഇതേ വാഴപ്പിണ്ടിയാ. ആ മരമൊക്കെ മുങ്ങിപ്പോയി. മാതിരി വെള്ളം. മൊത്തം മഴയൊക്കെ നനഞ്ഞിട്ട് അവസാനത്തെ ചായ. ഇതിന് ഹിഡൻ ടാലന്റ് ആയിട്ടുള്ള ഇവന് നമ്മുടെ അവസാനത്തെ 55 രൂപ അല്ലടാ, 55 അല്ലടാ, 55 രൂപയിൽ 30 രൂപയുടെ ചായക്ക് പോയി. എനിക്കോ കൗണ്ട് ചെയ്യുകയാണ്. ഇത് കുറേ ഉണ്ടോ ചില്ലറ? 2 രൂപ 1 രൂപ വെച്ചിട്ടല്ലേ സംജിത്ത്. 55 രൂപയിൽ ഇപ്പോൾ 30 രൂപ പോയി. ഇനി ബാലൻസ് എത്രയുണ്ട്? 25 രൂപ. അത് നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 3 പേരുടെ അക്കൗണ്ടിൽ നമുക്ക് ഇട്ടേക്കാം.
അപ്പോൾ ഇപ്പോൾ 7:30 മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല, നല്ല മഴയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. കാരണം രാത്രിത്തിനുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള സംഭവം എന്താ പറയുക, അത്രത്തോളം കാശ് നമ്മുടെ കയ്യിലില്ല. ചായം കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോൾ 25 രൂപ ഇതിലുള്ള 25 രൂപയാണ് ഈ ഒരു ബാഗിൽ ബാക്കിയായിട്ടുള്ളത്. അത് വെച്ച് നമുക്ക് ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. എന്തായാലും നമുക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു 2025 ഈ ഒരു എമൗണ്ട് കൊണ്ട് 3 പേർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. കഞ്ഞിയൊക്കെ ഒരു 30 രൂപ കിട്ടുവാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ ഇല്ല അങ്ങനെ. ടൗൺ ഭാഗത്തൊക്കെ ആണെങ്കിൽ 30 രൂപയ്ക്ക് 35 രൂപ 40 രൂപക്കൊക്കെ കഞ്ഞിയൊക്കെ കിട്ടിയ അങ്ങനെ മാനേജ് ചെയ്യാറ്. പക്ഷേ 175 രൂപയ്ക്ക് നമുക്ക് ഡിന്നർ വരെ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നല്ല കട്ടയ്ക്ക് മഴയായിരുന്നു, എല്ലായിടത്തും നല്ല രീതിയിൽ മഴയായിരുന്നു. ഞാൻ നേരത്തെ തന്നെ വീടുകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ഒരു പുഴയുടെ ഭാഗമൊക്കെ പോയിട്ട് ഒരു എന്താ പറയുക പറമ്പിലോട്ടൊക്കെ വെള്ളം കയറിയിരിക്കുന്നത്. നല്ല രീതിയിൽ ഇപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഇവൻ്റെ കച്ചവടം നടന്നില്ല കൃത്യമായിട്ട്. അതെ, അവസാനം ഞാൻ തന്നെ ഒരു പാക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വീട്ടിലോട്ട് ഒരെണ്ണം മേടിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഓക്കെ എൻ്റെ ചെയ്യല്ലേ. ഓക്കെ, താങ്ക് യു. വിലപ്പെട്ട സമയം ഇന്ന് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. എനിക്ക് വീട്ടിലോട്ടുള്ള സാധനമാണ്. ഞങ്ങൾ നല്ല സാഹചര്യം ഫുഡ് മേടിച്ചാണ്. എവിടെ ഫുഡ്? 175 രൂപയ്ക്ക് ഫുഡ് മേടിച്ചായിരുന്നു. അല്ല, ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത്, ഒരു മിനിറ്റ്, ഞാൻ ശരിക്കും എന്ന് പറയുമ്പോൾ 175 രൂപയ്ക്ക് നല്ല ഭക്ഷണം നമുക്ക് എന്താ പറയുക 3 നേരം കഴിക്കാൻ പറ്റുന്നു. 3 നേരം എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ ഓൾറെഡി കഴിച്ചിട്ട് ഇറങ്ങിയായിരുന്നു അല്ലേ. 75 വേല ഇറങ്ങിയിരുന്നു. കറക്റ്റ് അല്ലേ? അല്ലല്ലേ, നമുക്ക് സർവേ ഒറ്റ ഒരാൾക്കാണെങ്കിൽ 175 രൂപയ്ക്ക് 100 രൂപ കൊണ്ട് എങ്ങനെ സാധ്യല്ലടാ. 3 പേർക്ക് ഒരാൾക്ക് സാധ്യല്ല. ഇപ്പത്തെ ഹോട്ടലിൽ പോകുന്ന കഴിച്ചു ലോ എക്സ്പെൻസ് ആയി. ചായ കഴിച്ചു. അപ്പൊ ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ 25 രൂപ. അയ്യോ പറഞ്ഞോ. ചായ ഞങ്ങൾ 30 രൂപ കൊടുത്തിട്ട് 55 രൂപ ഇല്ലേ? അതെ, 55 രൂപ ബാക്കിയില്ലായിരുന്നു. നീ എന്താ പറഞ്ഞ? ചായ കുടിക്കാതെ ഡിന്നർ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. മുട്ടയൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ സ്വന്തമായിട്ടൊരു കുക്കിംഗ് ആണെങ്കിൽ നടന്നേനെ അല്ലേ. 175 രൂപ കൊണ്ട് 3 ദിവസം അല്ല 3 ദിവസമല്ല 3 നേരം നമുക്ക് സർവ് ചെയ്യാറുണ്ട്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, റോഫിന് ഓക്കെ, താങ്ക്സ് ഡാ. ഇന്ന് എൻ്റെ വിലപ്പെട്ട സമയം ആയിരുന്നതെന്ന് അറിയില്ല, എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. നല്ല കട്ടക്കുള്ള മഴയാണെങ്കിലും നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അല്ല, നിങ്ങൾ ശരിക്കും കാരണം നമ്മൾ ആ ഒരു കാടിൻ്റെ ഭാഗമൊക്കെ ഒരു വേറെ വൈബാണല്ലോ. കാലിൽ അട്ടയൊക്കെ കയറി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇല്ലല്ലേ? ബൈ, അല്ല ഞങ്ങൾ ആ വഴിക്കല്ലേ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. നല്ല മഴയാണ്, ആദ്യം വീട്ടിലോട്ട് ചെന്നെത്തട്ടെ. ടാറ്റാ 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 ടാറ്റാ. എന്താ പാലാണോ? ചായ കുടിച്ചിട്ടേ പോകും.